സാറിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് മാഡത്തിനെ കല്യാണം കഴിച്ചതിന് ശേഷമായിരുന്നു എന്ന് എഴുതി കണ്ടിട്ടുണ്ട്. ശരിയാണ് ഒരു ലക്ഷ്യബോധയിലായിരുന്നു. ഞാനിങ്ങനെ മധ്യസ്ഥ പറഞ്ഞു, നാട്ടുകാരെ സേവിച്ചു, അങ്ങനെ 24 മണിക്കൂറും ചിലപ്പോൾ ഇടാപാടാ പറഞ്ഞു. വീട്ടുകാർക്കല്ല, നാട്ടുകാർക്കൊരു ഉപകാരിയായിരുന്നു. അതിനുശേഷം ഇങ്ങനെ പ്രത്യേകിച്ച് വീട്ടിൽ ഇങ്ങനെ ഒറ്റയാനായിട്ട് ഇങ്ങനെ കഴിയല്ലേ. അതിനുശേഷമാണ് കല്യാണം കഴിഞ്ഞ ഒരു ജീവിതത്തെ പറ്റി ഒരു തോന്നലും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായി ആലോചിച്ച് ഈ വീട് വന്നെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്നിട്ടില്ല, ഇവളാണ് മുഴുവൻ നിന്നത്. ചിട്ടയൊക്കെ എങ്ങനെ, ഒരു ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ചിട്ടയൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് എന്ത് കൊടുത്താലും ചേട്ടൻ കഴിച്ചോളും. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ പരിപ്പും പപ്പടവും കുട്ടികളുടെ ഊണാണ് ഇഷ്ടം. സാറിങ്ങനെ വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ വീട്ടിലും അങ്ങനെ തന്നെയാണോ? വീട്ടിലും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ആരും നിൽക്കുന്നൊന്നും നോക്കത്തില്ല, അപ്പൊ തന്നെ അതിന്റെ. കുട്ടികളുടെ അടുത്തും അങ്ങനെ തന്നെ, എല്ലാരോടും അങ്ങനെ. പറഞ്ഞപ്പോഴാ അന്നേരത്തതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളോട് ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല. എന്താ സാർ ടിവിയും സിനിമയൊന്നും ഇഷ്ടമില്ലാത്ത? ടിവിയാണ് എനിക്ക് ഇഷ്ടമാണ്, ന്യൂസ് കേൾക്കാനൊന്നും. പത്തരയുടെ ന്യൂസ് മാത്രം കാണും. പത്തരയുടെ ന്യൂസ് മുഴുവൻ കാണും. അത് ആ ചാനൽ മാറ്റി കൊണ്ടുപോയി. ആര് എന്ത് രാജ്യത്ത് എന്ത് നടക്കുന്നു ചാനൽ നോക്കി അറിയാലോ. പിന്നെ ആരൊക്കെ എന്നെ ചീത്ത പറയുന്നതും അതുവഴിയല്ലേ എനിക്ക് അറിയാനൊക്കെ ഉള്ളു. പിറ്റേ ദിവസം അപ്പൊ തന്നെ അതിന് മറുപടി കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാനത് നോക്കും. പത്രത്തിൽ വരുന്ന അത്ര നന്നായിട്ട് വരത്തില്ല, അവരവിടെ ഇവിടെ വെട്ടിയും തിരുത്തിയൊക്കെ വരുള്ളൂ. സമയമുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഈ പുരാണ ചിത്രം, സിനിമ കാണാൻ പോകാൻ തോന്നിയിട്ടില്ല. ഒരാൾ നല്ല പടമാണെന്ന് പറയുമ്പോൾ പോയി കാണണം. ഏറ്റവും അവസാനം കണ്ടത് ഭരതമാണ്. ഈശ്വര, ഭരതം സിനിമ അന്ന് റിലീസായ ഡേറ്റിന് തന്നെ ഞങ്ങൾ കണ്ടു ആദ്യത്തെ ഷോ. സാറിനെ ഈ വേഷത്തിലല്ലാതെ വേറെ ഒരു ഇതിൽ കണ്ടിട്ടില്ല. എവിടെ പോയാലും എന്തിനാണ് ഇപ്പൊ പലരും അമേരിക്കയിൽ പോയാൽ കോട്ടിടും, ദുബായിൽ പോയാൽ പാനിടും. എടാ, എനിക്ക് അതിൽ നിന്ന് ഞാനൊരു വ്യത്യസ്തനാം ഒരുവനായിട്ട് ഞാൻ പോകും. ഞാൻ കേരളക്കാരൻ, പനച്ചൂരാനെ അറിയാം, പാവം. അപ്പോ ഞാനൊരു കേരളക്കാരനായ ഞാൻ എന്തിനാണ് ഈ പാശ്ചാത്യ വസ്ത്രം അണിച്ചങ്ങനെ ചിലപ്പോ ഞാൻ കമ്പിളിയൊക്കെ ഇടും, കമ്പിളിയൊക്കെ നോക്കും. അതുപോലെ എന്റെ കളർ നോക്കിയോ, ക്രീം കളർ ഷർട്ടായിരിക്കും 90% ഞാൻ ഇടുന്നത്. സാർ എവിടെ എഴുതി കണ്ടിട്ട് സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ സ്നേഹം 1000 തവണ തിരിച്ചു കിട്ടും എന്ന്. ഈ കാലത്ത് നടക്കും സാർ. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പൊ പാലം കടക്കുന്നോളം നാരായണ, പാലം കടന്നാൽ കൂരായണെന്ന് പറയുന്നത്. പക്ഷെ പാവങ്ങൾക്ക് കൊടുത്താൽ കിട്ടും, അത് അവസരവാദികൾക്ക് കൊടുത്തിട്ട് ഒരു പറയുന്നത്. ഈ സ്നേഹം കിടക്കുന്ന എവിടെയെന്ന് അറിയില്ല, തീരെ പാവങ്ങളില്ല. അറിഞ്ഞ് ധർമ്മം ചെയ്യണം. ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അവരുടെ പ്രാർത്ഥനയെങ്കിലും നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടല്ലേ ഞാനിപ്പം ജീവിച്ചിരുന്നു. അല്ലെങ്കിൽ പണ്ടേ കണ്ടില്ലേ, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് ചത്തുപോയി ഈ കസനയ്ക്ക് വേണ്ടി അറിഞ്ഞ് ഞാൻ ചെയ്ത്. അതുകൊണ്ടില്ല, അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് 25ാമത്തെ ദിവസം ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. ഈ കസേര നോക്കി നടന്നവനല്ല ഇവ നിരാശരായ അവൻ തന്നെ കാലത്തിന്റെ യവനിലേക്ക് പിന്നിലേക്ക് പോയി. ഇന്ന് എവിടെയും എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാനുള്ളത് എൻ്റെ അടുത്തുള്ള ആരോഗ്യം. മാഡം കൂടെ പോകാറുണ്ടോ? ഞാൻ കൊണ്ടുപോകും. കഴിയുന്നതും കൂടെ. കുറച്ച് ദിവസമായിട്ട് ഞാൻ കാലുവാരി അവിടെ. കാര്യം വെച്ചാല് ഇവിടെ ഈ വീട്ടില് ഉള്ള പറയാനല്ല, സത്യമായിട്ട് അല്പം വൃത്തി വിനയായിട്ട് കിടക്കണ ഇവരുടെ ഒറ്റ കഴിവാണ്. സെൻസ് ഓഫ് ഹ്യൂമർ നല്ലതുണ്ടല്ലേ? ഉണ്ട്. പിന്നെ ചേട്ടനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള പുരുഷന്മാരിലൊന്നും കാണാത്തെന്ന് പറയും, എനിക്ക് എൻ്റെതായ വ്യക്തിത്വം ചേട്ടൻ അംഗീകരിച്ചു തരും. പിന്നെ എന്ത് സാധനം ഇപ്പം എനിക്കൊരു സാരി മേടിക്കണം, നോന്നൊരു വാക്കുന്നവർ അങ്ങനെ നടേശനോട് ഒരു അനുവാദം മേടിച്ച് ഞാനൊരു സാരി മേടിച്ചോട്ടെ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് നമുക്കിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരു സാരി വേണമെന്ന് മേടിക്കാം. നോ എന്ന് പറയുന്ന ഒരു വാക്ക്. അതും ഐവറി കളർ മേടിച്ചു കൊടുക്കില്ലല്ലേ? കളർഫുൾ ഇല്ല. കല്യാണം ഇല്ല. നമുക്ക് രണ്ട് പെട്ടിയില്ല, ഒറ്റ പെട്ടി, ഒറ്റ താക്കോല്. അവർക്ക് ആവശ്യമുള്ള അവർക്ക് എടുത്തിട്ട് പോവാം. എനിക്ക് ആവശ്യമുള്ള ചില ഞാനും പോകാൻ. തുഷാർ വെള്ളാപ്പള്ളി ഇനി സാറിന്റെ പിന്തുടർച്ച അവകാശിയായിട്ട് അങ്ങനെ തോന്നിട്ടില്ല. തുഷാറും വളരെ കൊല്ലമായിട്ട് ശാശ്വതാനന്ദ സ്വാമി ഞാൻ ഭരണത്തിൽ വന്ന അന്ന് തൊട്ട് തന്നെ യൂത്ത് മൂവ്മെന്റിന്റെ ഇവിടുത്തെ ചെയർമാനായിരുന്നു. ശാശ്വതാനന്ദ സ്വാമിജി കൊണ്ടുവന്നതാണ്. അതിങ്ങനെ തുടർന്ന് വന്ന് ഇപ്പൊ യൂത്ത് മൂവ്മെന്റിന്റെ പ്രായം കഴിഞ്ഞപ്പോൾ ആള് മൂത്തതായി. അതിന് ഒരു പ്രായപരിധി ഉണ്ട്, 40 വയസ്സ്. എനിക്കെതിരുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ആൾക്കാർ പറയും, നടേശേട്ടൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു ഒരു വാനപ്രസ്ഥത്തിലേക്ക് കയറുന്ന സമയത്ത് എല്ലാ ചുമതലകളും തീർത്തിട്ടാണ് SNDP യോഗത്തിൽ വരുന്നത്. തുഷാർ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ.
അവൻ ചെറുപ്പമാണ്. ഭാവി എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നന്നായി വരട്ടെ, എൻ്റെ നാക്കുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വരണ്ട, മറ്റേ ആളെയും കൂടെ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. വേറെ ആൾക്ക് ആ അവസരം കൊടുക്കാമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു മുൾക്കിരീടമാണ് SNDP യോഗം എന്ന് പറയുന്നത്. ഞാൻ നടേശേട്ടന് വരുന്ന ഓരോ മുള്ളുകളും കൊള്ളല്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് വേറെ ഒരു ശ്രദ്ധ ഇപ്പം ഇല്ല സത്യം പറഞ്ഞാൽ. അത് എൻ്റെ മകനും മരുമോളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ എനിക്കൊരു വിഷമം. ഈ അടുത്ത കാലത്ത് വേറെ ഒന്ന് സാർ, ഒരു പ്രധാനമായിട്ടും ഒരു ബോംബ് പൊട്ടിച്ചത് തൃശ്ശൂർ അമ്പലങ്ങളെ കുറിച്ചായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നന്നായി നടന്നു പോകുന്ന 2 അമ്പലമല്ലേ അത്? അല്ല, അവിടെ നല്ല രീതിയിൽ നടക്കുന്ന അമ്പലങ്ങളാണ്. പക്ഷേ ആ അമ്പലത്തിൻ്റെ വരുമാനത്തിന് ആഡിറ്റ് ചെയ്തിട്ട് എത്ര കൊല്ലമായി? ആ കണക്കാരെ ബോധ്യപ്പെടുത്തി? അതിന് ദേവസ്വം ബോർഡിന് കൺട്രോളിങ് പവേഴ്സ് ഉണ്ട്. ആ ഒറ്റ ഫയൽ പോലും അവർ കൊടുക്കുന്നില്ല. മാത്രമല്ല അതിൽ വർണ്ണാധിപത്യം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മതേതരത്വം പറയുന്നവരാണ്. വടക്കുന്നാഥന്റെ പറമ്പ് ഇവർ എത്ര രൂപയ്ക്കാണ് എടുക്കുന്നത്? 1 ലക്ഷം സംതിങ്ങിനാണ് തറവാടക എടുക്കുന്നത്. ഈ 2 ക്ഷേത്രം കൂടി അത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് സ്ഥലവാടകയ്ക്ക് വിറ്റിട്ട് ആ പൈസ ഇവരെടുക്കുകയാണ്. ഈ കൊച്ചുപൂരക്കാർ വല്ലതും സഹായിക്കുന്നുണ്ടോ? ഇവർക്കൊരു കുത്തകാവശ്യം ഞങ്ങൾക്കെല്ലാം ഒരു ദേശീയ ഉത്സവത്തിൻ്റെ പരിവേഷം നൽകിക്കൊണ്ട് ജനങ്ങളിൽ നിറയെ പിരിവും, അതിൽ നിന്ന് പോയി പൂരവും നടത്തി അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഈ 2 ക്ഷേത്രങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് കണക്ക് കൊടുക്കുന്നില്ല? കൺട്രോളിംഗ് ക്ഷേത്രമാണെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഉടനെ ഇവർ പറഞ്ഞു നിങ്ങളുടെ ക്ഷേത്രം കൊടുക്കാന്ന് പറഞ്ഞ് ഉടനെ എന്നെ വെല്ലുവിളിക്കരുത്. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാനല്ല, നിങ്ങൾ കൊടുക്കാൻ ചോദിച്ചു. വെല്ലുവിളി ഉറപ്പല്ലേ? പിന്നെ അവന്മാർ പോയ പാട്ടി പുല്ല് കണ്ടില്ല, പിന്നെ എന്നെ കാണണമെന്ന് സംസാരിക്കണമെന്ന്. അതൊക്കെ ഞാനിപ്പോ ക്ഷേത്രങ്ങളെന്നില്ല അമ്പലങ്ങൾ എല്ലാം തന്നെ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഉള്ളി വെച്ചുകൊണ്ട് പറഞ്ഞല്ല. അവരിങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ തെറിക്കുത്തരം മുറിപ്പത്തിൽ വന്നു. ഇത്രയും സമയം എനിക്ക് ഒരുപാട് ശരിക്കും തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടിനിരിക്കുന്ന ഫീലിംഗ് ആയിരുന്നു. തിരക്കിൽ ഒത്തിരി നേരം ഞങ്ങൾക്ക് തന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് സാർ. അമൃത ടിവിയോടൊപ്പം ഇങ്ങനെ എന്നെ എൻ്റെ കുടുംബത്തെ അവതരിപ്പിക്കാനുള്ള ഒരു സന്മനസ് വൈകിയാണെങ്കിലും നിങ്ങൾക്ക് തോന്നിയതിൽ ഏറെ സന്തോഷം എനിക്കുണ്ട്. താങ്ക് യു സാർ.